ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ദ കിസ്സിംഗ് ഹാൻഡ്. ദ കിസ്സിംഗ് ഹാൻഡ്. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റൻ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. ഈ കഥയിൽ സ്കൂളിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുന്ന ഒരു ചെറിയ കുറുനരിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നൗ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. നമുക്ക് നോക്കാം അവൻ എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഓക്കെ. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ചെസ്റ്റർ റക്കൂൺ, അപ്പോൾ അവൻ്റെ പേരെന്താണ്? ചെസ്റ്റർ റക്കൂൺ എന്നാണ് ആ കുറുനരിയുടെ പേര്. സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ഫോറസ്റ്റിൻ്റെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് അവൻ ഇങ്ങനെ കരഞ്ഞു. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾഡ് ഹിസ് മദർ. അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ വീട്ടിലിങ്ങനെ നിന്നാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്കെൻ്റെ കൂട്ടുകാരുമൊത്ത് കളിച്ചാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്കെൻ്റെ കളിപ്പാട്ടങ്ങളുമായിട്ട് കളിച്ചാൽ മതി. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്കെൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്കെൻ്റെ ഊഞ്ഞാലിങ്ങനെ ആടണം. ഇപ്പോൾ സ്വിങ് ഓൺ മൈ സ്വിങ്, അതിലെ ആദ്യത്തെ സ്വിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊഞ്ഞാൽ എന്നും രണ്ടാമത്തെ സ്വിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആടുക എന്നുമാണ്. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ കൂടെ വീട്ടിൽ നിൽക്കട്ടെ. മിസ് റക്കൂൺ took Chester by the hand and nuzzled his ear. മിസ് റക്കൂൺ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ എന്ത് ചെയ്തു? അവൻ്റെ കയ്യും പിടിച്ച് അവൻ്റെ മൂക്കത്ത് ഇങ്ങനെ ഉരതി. നെസിൽഡ് എന്ന് എന്താണ്? ഉരസുക. നമ്മൾ ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് ഇങ്ങനെ ഉരസുന്നതിനാണ് നമ്മൾ നെസിൽഡ് എന്ന് പറയുക. Sometimes we all have to do things we don't want to do. ചില സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. She told him gently. അവൾ അവനോട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു. ജെന്റിലി പറഞ്ഞാൽ എന്താണ്? മൃദുവായി, സൗമ്യമായി. Even if they seem strange and scary at first. അത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്കത് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ പേടി തോന്നിക്കുന്നതൊക്കെ ആയിരിക്കാം. അപ്പോൾ തുടക്കത്തിലൊക്കെ നമുക്ക് ചില പേടി തോന്നാം, ചിലപ്പോൾ നമുക്ക് പരിചയം ഉണ്ടാവില്ല. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്കൂളിനെ ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ കളിപ്പാട്ടങ്ങൾ കിട്ടും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും, പുതിയ ഊഞ്ഞാലിലാടാൻ പറ്റും. ബിസൈഡ്സ്, കൂടാതെ. ഷീ ആഡഡ്, അവൾ വീണ്ടും പറയാണ്, അവൾ കൂട്ടിച്ചേർക്കുകയാണ്. അവൾ പറഞ്ഞു, ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യുവർ നൈസ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. അത് മാത്രമല്ല, എനിക്കൊരു അത്ഭുതകരമായിട്ടുള്ളൊരു രഹസ്യമറിയാം. വണ്ടർഫുൾ സീക്രറ്റ്, അത്ഭുതകരമായിട്ടുള്ള രഹസ്യമറിയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈസ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി. വാം ആൻഡ് കോസി പറഞ്ഞാൽ ഊഷ്മളവും സന്തോഷവും നിറഞ്ഞത്, നല്ല സന്തോഷം നിറഞ്ഞ, സുഖകരമായത്. അതാണ് വാം ആൻഡ് കോസി എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലുള്ള നിൻ്റെ ദിവസങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള, ഊഷ്മളപരമായിട്ടുള്ള ഒരു ദിനങ്ങളായിരിക്കും നിനക്ക് നിൻ്റെ സ്കൂളുകളിൽ ഉണ്ടായിരിക്കുക. ഇത് കേട്ടപ്പോൾ ചെസ്റ്റർ വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. ചെസ്റ്റർ വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ്. ചെസ്റ്റർ അവൻ്റെ കണ്ണുനീര് തുടച്ചു. വൈപ്ഡ് പറഞ്ഞാൽ തുടച്ചു. ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്, അവൻ നല്ല ഇൻട്രസ്റ്റഡായി. എ സീക്രറ്റ്. വാട്ട് കൈൻഡ് ഓഫ് സീക്രറ്റ്? രഹസ്യമോ? എന്ത് തരം രഹസ്യം? ഒരമ്മ പറയാണ്, എ വെരി ഓൾഡ് സീക്രറ്റ്. ഒരുപാട് പഴക്കമുള്ള ഒരു രഹസ്യമാണ്. അവൻ്റെ അമ്മ പറഞ്ഞു. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാനിത് എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്.
ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹർ മദർ. എൻ്റെ അമ്മ അമ്മൂമ്മയുടെ അടുത്ത്, അതായത് എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിനെ പറയുന്ന പേരാണ് എന്ത്? കിസ്സിങ് ഹാൻഡ് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ചോദിക്കാണ്, ദ കിസ്സിങ് ഹാൻഡ്, കിസ്സിങ് ഹാൻഡോ, വാട്ട്സ് ദാറ്റ്, എന്താണത്? അപ്പം അമ്മ പറയാണ്, ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാം. മിസ് റക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. മിസ് റക്കൂൺ എന്ത് ചെയ്തു? അവൻ്റെ അമ്മ എന്ത് ചെയ്തു? ചെസ്റ്റർ റക്കൂണിൻ്റെ ഇടത്തെ കൈ പിടിച്ച് അതിങ്ങനെ വിടർത്തി, ഒരു ഫാന് പോലെ അവൻ്റെ വിരലുകളെല്ലാം ഇങ്ങനെ വിടർത്തി പിടിച്ചു. ലീനിങ് ഫോർവേഡ്, ഒന്ന് ചാഞ്ഞു നിന്നുകൊണ്ട്. ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചായുക. ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അവൾ എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ കൈപ്പത്തീൻ്റെ നടുവിലായിട്ട് ഉള്ളനടിയിൽ എന്ത് ചെയ്തു? അവളിങ്ങനെ ഒരു ചുംബനം നൽകി. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. അപ്പം ചെസ്റ്ററിന് തോന്നി എന്ത്? ഹിസ് മദേഴ്സ് കിസ്, അവൻ്റെ അമ്മയുടെ ആ ചുംബനം, റഷ് ഫ്രം ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിലൂടെ ഇങ്ങനെ ഓടുന്നതായി തോന്നി. അപ്പ് ഹിസ് ആം, കയ്യിലൂടെ ഇങ്ങനെ, ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്, അവൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ എത്തുന്നതായിട്ട് അവന് തോന്നി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അവൻ്റെ ആ സിൽക്ക് പോലുള്ള, അവൻ്റെ ആ കട്ടിയുള്ള താടിയുണ്ടല്ലോ, രോമങ്ങൾ, അതിങ്ങനെ ഒരു സുഖം കൊണ്ട്, ആ ചുംബനത്തിൻ്റെ സുഖം കൊണ്ട് അതിങ്ങനെ തുടിക്കാൻ തുടങ്ങി. വിത്ത് എ സ്പെഷ്യൽ വാംത്ത്, ഒരു ഇളം ചൂടായിട്ട് അവനിങ്ങനെ തോന്നുകയാണ്. മിസ് റക്കൂൺ സ്മൈൽഡ്, അവൻ്റെ അമ്മ പുഞ്ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ, ഇനി അവൾ ചെസ്റ്ററിനോട് പറഞ്ഞു, അവൾ വെനെവർ യു ഫീൽ ലോൺലി, എപ്പോഴെങ്കിലും, വെനെവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴെങ്കിലും, യു ഫീൽ ലോൺലി, നീ ഒറ്റപ്പെടുകയാണെന്ന് നിനക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, നിനക്ക് വീട്ടിലുള്ള സ്നേഹം, അതായത് അമ്മയുടെ സ്നേഹം ആവശ്യമായി തോന്നുമ്പോൾ, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്, നീ എന്ത് ചെയ്താൽ മതി? നിൻ്റെ കൈ നിൻ്റെ കവിളിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. ചീക്ക് പറഞ്ഞാൽ എന്താ? കവിള്. എന്നിട്ട് എന്ത് ചെയ്ത് ചിന്തിക്കണം, മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു, അമ്മ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അമ്മ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നീ എന്ത് ചെയ്യുക? നീ ഇങ്ങനെ വിചാരിച്ചാൽ മതി. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജമ്പ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അങ്ങനെ ആകുമ്പോൾ നിൻ്റെ കയ്യിലുള്ള ആ ചുംബനം ഉണ്ടല്ലോ, ദാറ്റ് വെരി കിസ് വിൽ ജമ്പ് ടു യുവർ ഫേസ്, അത് നിൻ്റെ മുഖത്തേക്ക് ചാടി അതിങ്ങനെ നിൻ്റെ ശരീരം മുഴുവനും ടോസ്റ്റി വാം തോട്ട്സ്, ടോസ്റ്റ് എന്നാൽ എന്താ? വളരെ സുഖകരമായ, കംഫർട്ടായ, നിന്നെന്ത് ചെയ്യും? അത് സമാധാനിപ്പിക്കും, കംഫർട്ടാക്കും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. അവൾ എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ കൈ പിടിച്ചിട്ട് വളരെ ശ്രദ്ധയോടെ, കെയർഫുള്ളി പറഞ്ഞ ശ്രദ്ധയോടെ, റാപ്പിഡ് പറഞ്ഞ പൊതിഞ്ഞു, ശ്രദ്ധയോടെ അത് മടക്കി പിടിച്ചു. ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ആ ചുംബനം പുറത്തു പോകാതെ നോക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചു. ഈ കഥയുടെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.